ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനായിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. താഴെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സൈൻ അപ്പ് വിത്ത് ഇമെയിൽ അഡ്രസ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോൺ നമ്പറാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് അടിക്കാം. എനിക്ക് ഈ നമ്പറിലൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു കൺഫർമേഷൻ കോഡ് വന്നിട്ടുണ്ടായിരിക്കും. അത് ഇവിടെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നീട് ക്രിയേറ്റ് എ പാസ്വേഡ് എന്ന ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. ഇവിടെ ലോഗിൻ ഇൻഫോ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് നൗ എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ചോദിക്കുന്നത്. അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അടുത്ത പേജിൽ വാട്ട്സ് യുവർ നെയിം എന്ന ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ ഫുൾ നെയിം കൊടുക്കാവുന്നതാണ്. അടുത്ത ഒരു പേജിൽ നമുക്കൊരു യൂസർ നെയിം കൂടി കൊടുക്കണം. ഇവിടെ ഒരു സജഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. പിന്നെയുള്ളത് ടേംസ് ആൻഡ് പോളിസീസ് ആണ്. ഇതിൽ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കോൺടാക്റ്റ് ആക്സസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കാം. ആവശ്യമെങ്കിൽ അലോ കൊടുക്കാം, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം. അടുത്ത ഒരു പേജിൽ ഫോളോ ഫ്രണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പ്രൊഫൈൽ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ റെഡി ആയിട്ടുണ്ട്. പ്രൊഫൈൽ പേജിൽ ആഡ് യുവർ ബയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്.